ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം കസ്തൂരി മഞ്ഞളിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കസ്തൂരി മഞ്ഞളൊക്കെ ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ കസ്തൂരി മഞ്ഞളിനെ പറ്റി കുറേ തെറ്റായ പരാമർശങ്ങളൊക്കെ പലരും വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്നാൽ അറിയാവുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ കരുതുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു കമൻറ്റൊക്കെ ഇടണം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ കേട്ടോ. അപ്പോൾ അത് മണ്ണിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തൊക്കെ നിർത്തിയേക്കുവാണ്. ഇതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങി വീണ് കഴിഞ്ഞൊരു 2 ആഴ്ച വെള്ളം ഒഴിക്കാണ്ട് നിർത്തണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കിത് പൊങ്ങിപ്പോരിയല്ലാത്തതുകൊണ്ട് വെള്ളം ഒഴിച്ച് നിർത്തിയാണ് കേട്ടോ. ഒരു ചോട്ടിൽ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിലത്ത് കണ്ടായിരുന്ന മൊത്തത്തിൽ 2 ചോടാണ്. ഇപ്പോൾ 2 ചോടും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റി. മറ്റേ ചോട് നമ്മൾ പ്രതീക്ഷിച്ച അത്ര വിളവ് കിട്ടിയില്ല കേട്ടോ. എന്നാലും നമുക്ക് സാരമില്ല, അത്രയും കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ മഞ്ഞൾ തരക്കേടില്ലാത്ത രീതിയിൽ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് തണലത്തിട്ട് ഉണക്കിയതാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പം മൊത്തത്തിൽ ഇത്രയും മഞ്ഞളുണ്ട്. നമ്മൾ ഈ തവണ നടാൻ പോവാണ് കേട്ടോ. കുറേ വിത്തുകളൊക്കെ ആയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരു തെറ്റായ ഒരു പരാമർശം എന്ന് പറയാൻ കാരണം കസ്തൂരി മഞ്ഞൾ പലരും കരുതുന്നത് യെല്ലോ കളറിലായിരിക്കുന്നതെന്നാണ് കരുതുന്നത്. നല്ലൊരു തീമഞ്ഞ കളറിലുള്ളതാണ് കസ്തൂരി മഞ്ഞൾ, അങ്ങനെയൊക്കെയാണ് പലരും കരുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് തികച്ചും വ്യാജമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം കസ്തൂരി മഞ്ഞളിൻ്റെ യഥാർത്ഥ കളർ ഒരു ക്രീം കളറാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാമേ. കണ്ടോ, ഒരു സാൻഡിൽ പോലത്തെ ഒരു കളറാണ് യഥാർത്ഥത്തിലുള്ള കളർ കേട്ടോ. അതുപോലെ മുറിക്കുമ്പോൾ നല്ലൊരു കർപ്പൂരത്തോട് സാദൃശ്യമായിട്ടുള്ളൊരു നല്ലൊരു സ്മെല്ലും കാണും. ഇപ്പോൾ ഓടിച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പലർക്കും ഇത് മാങ്ങയിഞ്ചി ഇല്ല എന്നൊക്കെ ഒരു ഡൗട്ട് കാണും. ഇപ്പോൾ മാങ്ങയിഞ്ചി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതിനൊരു ഡാർക്ക് ഒരു ഗ്രീൻ കളർ പോലെ ഒരു സാമ്യത കാണും. ഇതിനെന്ന് പറയുമ്പം നല്ലൊരു ക്രീം കളറാണ്, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ ഇലയുടെ കാര്യത്തിലേക്ക് വരുമ്പം നോർമൽ മഞ്ഞളിനെ കഴിഞ്ഞും കുറച്ചുകൂടെ വീതി കൂടുതലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ നല്ല ഹൈറ്റും വയ്ക്കും. ഏകദേശം നമ്മുടെ ഒരു നെഞ്ചൊപ്പം അടുത്ത് തന്നെ ഹൈറ്റ് വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇത്രയും വിത്തുകളാണ് കിട്ടിയേക്കുന്നത്. ഈ ഒരു പീസൊക്കെ ഇനി നമുക്ക് ഒരു 3-4 ഭാഗങ്ങളായിട്ട് മുറിച്ച് നടാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ നല്ല ശക്തിയിൽ മുള വന്നോളും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ചകിരിച്ചോറ് നല്ലോണം മിക്സ് ചെയ്ത് നടണം, വെയിലായതുകൊണ്ടേ. അതുപോലെ ഈ കാണുന്ന 3 തടഭാഗവും നമ്മൾ നടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനും നല്ലോണം ശക്തി തന്നെ പ്ലാന്റ് കയറി വന്നോളും. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് പറയുമ്പം നമ്മുടെ മഞ്ഞക്കൂവ ഉണ്ടല്ലോ, ആ സംഭവം കസ്തൂരി മഞ്ഞളാന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ വിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളൊരു തവണ അങ്ങാടിക്കടയിലൊക്കെ പോയി വാങ്ങിയപ്പം ആ ഒരു സംഭവമാണ് അവർ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് തന്നെ. അപ്പം നമുക്ക് അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളെന്ന് മനസ്സിലായത്. ഇതിൻ്റെ കെയറിങ്ങിനൊക്കെ നോക്കുവാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ മഞ്ഞളിനെ പോലെ തന്നെ കെയറിങ്ങൊക്കെ ഉള്ളൂ. പിന്നെ അടിവളമൊക്കെ നല്ലോണം ഇട്ട് കൊടുത്താൽ നല്ല ശക്തി തന്നെ വിത്തുകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അത്യാവശ്യം ഇതിൻ്റെ പൊടിക്കാണേലും വിത്തിനാണേലും നല്ല വിലയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പം നമ്മുടെ മുഖത്തൊക്കെ തേക്കാനും പിന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെന്തായാലും അടുത്ത വർഷത്തേക്ക് ഇച്ചിരി കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെയാണ് കരുതുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ഇടണേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഇടണം കേട്ടോ. എങ്കിലല്ലേ നമുക്ക് എന്തോരമൊക്കെ മെച്ചപ്പെടുത്തുമെന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.